ട്രിവാൻഡ്രത്തുള്ള SD Audio Techന്റെ ഒരു 3 ബോർഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൽ ഒരു സബിൻ്റെ ബോർഡ് ഉണ്ട്, ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച സബിൻ്റെ ബോർഡ്, അതേപോലെ തന്നെ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച 5 ചാനലിൻ്റെ ബോർഡ് ഉണ്ട്. അതുപോലെ അതിൻ്റെ അകത്തേക്ക് ഒരു സബ്വൂഫർ ഫിൽട്ടർ ബോർഡും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. അതായത് ഈ സബിൻ്റെ ബോർഡ് SD 300 എന്നുള്ള മോഡലിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ JBL 1500 വേണ്ടിയിട്ടാണ് ഈ ബോർഡ് എടുത്തുള്ളത്. അപ്പോൾ 4 MOSFET ബോർഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്. പക്ഷേ ഇത് സിംഗിൾ മോണോ ചാനലാണ്, അതായത് ഇത് ബ്രിഡ്ജ്ഡ് ആമ്പല്ല, സിംഗിൾ മോണോ ചാനലാണ്. അതായത് ബ്രിഡ്ജ് ചെയ്യാതെ ഡയറക്റ്റ് ഒറ്റ ചാനലിൽ 4 ട്രാൻസിസ്റ്റർ. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ള സബിൻ്റെ ബോർഡാണ്. അപ്പോൾ നല്ല റെഡ് ഗ്ലാസ് PCBയിൽ ചെയ്ത ഒരു PCB, അത് നല്ല സ്ട്രോങ് PCB ആണ്. അതേപോലെ തന്നെ 2SC5200 2SA1943 എന്നുള്ള 2 ട്രാൻസിസ്റ്ററിൻ്റെ പെയറാണ് ഇതിനകത്ത് ഒരു ചാനലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സബിൻ്റെ ബോർഡ് എടുക്കുമ്പോൾ അവർ എന്നെ അറിയിച്ചത് എന്താ വെച്ചാൽ ഇതിൽ 55 വോൾട്ട് DC, ഒരു 35 to 40 ഇടയിലുള്ള ഒരു ട്രാൻസ്ഫോമർ കറക്റ്റാണ്. അതായത് 6 ആംപിയർ മുതൽ മേലോട്ടുള്ള ആംപിയർ സപ്പോർട്ടിംഗ് ആണ്. അതായത് മിനിമം 6 ആംപിയറിൽ കൊടുക്കുക, എന്നാലേ അതിൻ്റെ നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ അവിടെ വാങ്ങുമ്പോൾ അവർ എന്നെ അറിയിച്ചത്. അപ്പം ഞാൻ ചെക്ക് ചെയ്തില്ല, ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് അസംബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല കറക്റ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ, നമ്മളെ റിയൽ റിവ്യൂ അതിൽ വരും. ഇത് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് നല്ല റെസ്പോൺസ് തന്നുള്ളത്. നല്ല ബോർഡാണ്, നല്ല പെർഫോമൻസ് ആണ്, നല്ല സ്പെയറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എല്ലാവരും പറയണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ സബ്വൂഫർ ചാനലിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നീട് പറയാനുള്ളത് 5 ചാനലിൻ്റെ ബോർഡാണ്. 5.1 അല്ല, 5 ചാനൽ. ആ 1 ആണ് ഇപ്പോൾ ആദ്യം കാണിച്ചത്. ഇത് 5 ചാനൽ, അതായത് 10 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡാണ്. 27027 ട്രാൻസ്ഫോമറാണ് ഇതിന് വേണ്ടത്. ആ ട്രാൻസ്ഫോമറിന് മുകളിൽ പൈസ കുറച്ചാൽ പെർഫോമൻസ് കുറയും. അപ്പോൾ നല്ല ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ നല്ല പെർഫോമൻസ് ഉണ്ടാവുന്ന ഒരു നോട്ടത്തിൽ ഒറ്റ കാഴ്ചയിൽ ഇപ്പോൾ ഇതിന് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, അസംബിൾ ചെയ്യുമ്പോൾ നല്ല കൃത്യമായ റിവ്യൂ കിട്ടും. പക്ഷേ ഒരുപാട് ബയേഴ്സിൻ്റെ അഭിപ്രായത്തിൽ നല്ല ബെസ്റ്റ് വർക്കിംഗ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്നോടൊരു അഷുറൻസ് അവർ തന്നിട്ടുണ്ട്, അതായത് ഒരിക്കലും പരാജയമാവില്ല, നല്ല സൂപ്പർ ആയിരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇനി ആ റിവ്യൂ, ആ വർക്കിംഗ് റിവ്യൂ ആ സമയത്ത് കിട്ടും. അതിപ്പോൾ ഒരു 2 ആഴ്ച കഴിയും ഇതിൻ്റെ വർക്ക് തീരുമ്പോൾ. അപ്പോൾ അന്നേരം ഇതിൻ്റെ ആ വർക്കിംഗ് റിവ്യൂ ഇടാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചുള്ള ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് C5198 A1941 എന്ന ട്രാൻസിസ്റ്ററാണ് ഓരോ ചാനലിനും ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പീക്ക് 100 വാട്ട് കിട്ടും എന്നുള്ളതാണ് SD Audio Tech പറയുന്നത്. അടുത്ത ഒരു സ്പെഷ്യൽ ഐറ്റം പറയാനുള്ളത് നമ്മളെ സബ്വൂഫർ ഫിൽട്ടർ ബോർഡാണ്. അപ്പോൾ സബ്വൂഫർ ഫിൽട്ടർ ബോർഡ് ഒരുപാടുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് സബ്വൂഫർ ഫിൽട്ടർ ബോർഡ്. അത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കും ആ ഒരു അസംബ്ലിംഗ് ആണ് ഈ ബോർഡും കാണുന്നത്. അതായത് കുറച്ച് SMD ആണ് ഇതിനകത്ത് ബോർഡിൻ്റെ അടിഭാഗത്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ബോർഡിൻ്റെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സ്പെയറാണ്. മാക്സിമം SMD ആണ് ഒരു റെസിസ്റ്ററും കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. LM324 എന്ന് പറഞ്ഞ IC ആണ് ഈ ഫിൽട്ടർ ബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 15015 ആണ് ഇതിൻ്റെ പവർ സപ്ലൈ. അപ്പോൾ 15015 തന്നെ കൊടുക്കാൻ നോക്കുക. 18 കൊടുത്ത് പരിക്ക് വരുത്താതെ നോക്കുക. അതുപോലെ 12 കൊടുത്തിട്ട് ഡ്രോപ്പ് വരുത്താതെ നോക്കുക. കറക്റ്റ് 15 തന്നെ കൊടുക്കുക, റെക്കമെൻഡഡ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് സ്പെഷ്യൽ പറയാനുള്ളത് ഇതിൻ്റെ ആ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ ഒരു SW എന്നുള്ള ആ പോയിന്റ് ഒരു സ്വിച്ചാണ്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് X-Bus, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഹാർഡ് ബേസും ഒരു സോഫ്റ്റ് ബേസും കിട്ടുന്ന രൂപത്തിൽ നമുക്കൊരു സ്വിച്ച് വെച്ചിട്ട് മാറ്റി ഉപയോഗിക്കാം. നമുക്ക് ഹാർഡ് ബേസ് മൂഡ് വരുമ്പോൾ ഈ സ്വിച്ച് ഇട്ടിട്ട് ഹാർഡ് ബേസ് ഉപയോഗിക്കാം, കുറച്ച് ലോങ് ത്രോ കിട്ടും. സ്മൂത്ത് ബേസ് നമുക്ക് നല്ല ഡീപ്പ് ബേസ് നമുക്ക് നല്ല ഒരു നൈറ്റ് ടൈമിലൊക്കെ പാട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഉള്ളത് ഒരു ഗെയിനിൻ്റെ ഒരു പ്രീസെറ്റാണ്. അതായത് ലെവൽ പ്രീസെറ്റ് അല്ല, അതായത് ലെവൽ മീൻസ് അത് ഫ്രീക്വൻസി ലെവലല്ല, നമുക്ക് ഗെയിനാണ്. അപ്പോൾ ഗെയിൻ ലെവൽ നമുക്ക് സബ്വൂഫറിൻ്റെ ലെവലിനനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം ലെവൽ സെറ്റ് ചെയ്യാൻ ഈ ഗെയിൻ പ്രീസെറ്റ് ഉപയോഗിക്കാം. പിന്നെ SD Audio Tech എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നോട് നിങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവരുടെ പ്രോഡക്ട്സ് അതിനകത്ത് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം. ഞാൻ വീഡിയോ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു നോക്കാം. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ട്. കാരണം ഇങ്ങനെ ഒരു വെറൈറ്റി കണ്ടൻറ്റ്, വെറൈറ്റി ബോർഡുകൾ, പ്രോഡക്ട്സ് അവരുണ്ടാക്കുമ്പോൾ അത് വീഡിയോസ് ആയിട്ട് ഇടല്ലോ, നിങ്ങൾക്ക് വാങ്ങാൻ എളുപ്പമായിരിക്കും. കൊറിയർ സർവീസ് ആയിട്ടാണ് എനിക്കിതോടെ എത്തിയത്. നല്ല നീറ്റ് വാക്കിൽ നല്ല കൊറിയർ ആയിട്ടാണ് ഇവിടെ എത്തിയതെന്ന് പറയുമ്പോൾ ഞാൻ ഗൂഗിൾ പേ വഴി ഓർഡർ ചെയ്തു, കൊറിയർ ആയിട്ട് ഇവിടെ എത്തി. അപ്പോൾ അതിൽ ചതി വഞ്ചന അങ്ങനത്തെ പേടിക്കേണ്ട, പൈസ പോവുക, നഷ്ടം വരിക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സർവീസ് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല ഫോൾട്ട് എന്നെങ്കിൽ അത് നിങ്ങൾ നേരിട്ടിട്ട് ആ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ, അതുവഴി ഡീൽ ചെയ്യുക. നിങ്ങളെ തൃപ്തി പോലെ നിങ്ങളുടെ തീരുമാനം പോലെ ചെയ്യാം. വർക്കിംഗ് റിവ്യൂ നമുക്ക് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ വീഡിയോ ഇടും. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.